നമ്മൾ ഫ്ലവറിങ് പ്ലാന്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ലീഫി പ്ലാന്റിനെയും ഇഷ്ടപ്പെടാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടി എന്ന് കണ്ടാലോ. നമ്മളെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയായിട്ടാ. ഇത് ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈം എന്നുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ പറയുന്നത് ഇതിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് ഒരു ഭംഗിയുള്ള ഒരു കളറാണ്. ഒരു ലൈമിൻ്റെ പേര് പോലെ തന്നെ ഒരു ലൈമിൻ്റെ ഒരു കളറാണ് വരുന്നത്. ഈ ചെടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും കെയർ ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ നട്ടു കൊടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് നട്ടാൽ മാത്രം മതിയാവും. പിന്നെ ഇത് വളരുന്നതിനനുസരിച്ച് നമുക്കങ്ങനെ മാസത്തിലൊരു തവണയൊക്കെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ മാത്രമേ വേണ്ടി വരുള്ളൂ. പിന്നെ ഇത് നമ്മൾ നട്ട് വളർത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ വെച്ച് വളർത്താൻ വേണ്ടിയിട്ട് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് ഈ കളറൊക്കെ ഇത്രയും ആ ഒരു ഭംഗിയിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കളർ പെട്ടെന്ന് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ വെയിലത്തൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഈ ഇലകളൊക്കെ ഇങ്ങനെ ബേണായിട്ടൊക്കെ പോകാനൊക്കെ നല്ല ചാൻസ് ഉള്ള ഒരു പ്ലാന്റാണ്. നമുക്കിങ്ങനെ സൺഷെയ്ഡിൻ്റെ കടിയിലൊക്കെ ഇങ്ങനെ വെച്ച് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇതിനെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളൊരു സ്റ്റിക്കിൽ കയറൊക്കെ ചുറ്റിയിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു എന്താ പറയുക വേര് അതിൽ ഊർന്നിറങ്ങിയിട്ട് നന്നായി വളരലുണ്ട് കേട്ടോ. നല്ല ലീഫിലൊക്കെ നല്ല വലിപ്പമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ അങ്ങനെ നിൽക്കലുണ്ട്. ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി വേറെ ചെടികളൊക്കെ നനയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് നന്നായി നനച്ചു കൊടുക്കലുണ്ട്. പിന്നെ നമ്മൾ ഈ ലീവ്സുകളിലൊക്കെ ആണെങ്കിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. നമുക്ക് ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചെടി എപ്പോഴും നല്ല ഫ്രഷ് ലുക്കിൽ തന്നെ അങ്ങനെ നിൽക്കലുണ്ട് കേട്ടോ. അതിൻ്റെ ആ കളറാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി വെച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗം മൊത്തം ഒന്ന് ഫില്ലായി കിട്ടിയ മാതിരിയുള്ള ഒരു ഫീലിംഗ് ആയിട്ട് ഉണ്ടാവുക. അത്രയ്ക്ക് ഭംഗിയായിട്ട് അത്രയ്ക്ക് ആ ഒരു കളർ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. പിന്നെ ഈ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ നഴ്സറികളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ഫിലോഡെൻഡ്രോണിൻ്റെ ഈ ഒരു വെറൈറ്റി നമുക്ക് അധികം വിലയൊന്നുമില്ല, ഒരു 50 റുപ്പീസോ അങ്ങനെ മറ്റേ ഉള്ളൂ കേട്ടോ നമുക്കിത്. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ തൈ വാങ്ങിയിട്ട് അതേപടി നടാതെ നമ്മൾ ഒരു 4-5 ലീവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ മണി പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഓരോ നോഡിൽ നിന്നും നമുക്ക് പുതിയ പുതിയ ഓരോ തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 ലീവ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 ചെടികൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ 4-5 ചെടിയൊക്കെ ആക്കിയതിന് ശേഷം നമുക്കത് നട്ടു കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ വളരുന്നുണ്ട്. ഞാനത് അതുപോലെ കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു 4-5 ചെടി ഒന്നിച്ചങ്ങ് നട്ടു വെച്ചിരിക്കുകയാണ് അതേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ബുഷിയായിട്ട് കാണുമ്പോഴല്ലേ ഇതിൻ്റെ ഒരു ഭംഗി. ഇല്ലെങ്കിൽ നമുക്കത് ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് നമ്മൾ നട്ടു കൊടുക്കുക വെച്ചാൽ ആ ഒരു ചെടി മാത്രമായിട്ട് 1-2 ലീവ്സായിട്ട് അങ്ങനെ മുകളിലേക്ക് പൊന്തിയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടി കുറേയും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ്. അതുപോലെ നമുക്കിത് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്താനും പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.